കോഴിക്കോട് പെരുവണ്ണാമൊഴി വനത്തിനുള്ളിൽ അകപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടെത്തി. കരിങ്കണ്ണി ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. പെരുവണ്ണാമൊഴി പൂഴിത്തോട് ഭാഗത്ത് സർവേക്ക് പോയ 7 ഉദ്യോഗസ്ഥരായിരുന്നു ഉൾവനത്തിൽ അകപ്പെട്ടത്. വിവരങ്ങളുമായി റിയാസ് KMR ആണ് ചേരുന്നത്. റിയാസ്, എപ്പോഴാണ് ഇവരെ കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഇവർ ഉൾവനത്തിൽ അകപ്പെട്ടു പോയത്? പുറത്തെത്തിയ ഉദ്യോഗസ്ഥരെല്ലാം സുരക്ഷിതരാണോ? തീർച്ചയായും കോഴിക്കോട് പെരുവണ്ണാമൊഴിയിൽ നിന്നും ഏറ്റവും ആശ്വാസകരവും സന്തോഷകരവുമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പെരുവണ്ണാമൊഴിയിലെ ഉൾവനത്തിൽ റിസർവ് ഫോറസ്റ്റിൽ അകപ്പെട്ടു പോയ 7 ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കരിങ്കണ്ണി ഭാഗത്ത് നിന്ന്, പെരുവണ്ണാമൊഴി വനത്തിന്റെ കരിങ്കണ്ണി ഭാഗത്തു നിന്നാണ് ഇവരെ വനംവകുപ്പും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ 7 മണിക്കാണ് ഈ 7 ഉദ്യോഗസ്ഥരും ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് ഈ പെരുവണ്ണാമൊഴി വനത്തിനകത്തേക്ക് പുറപ്പെട്ടത്. സംസ്ഥാനത്ത് ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ ഭൂമി ഏത്, വനം ഭൂമി ഏത് തുടങ്ങിയവ വേർതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഡിജിറ്റൽ സർവേ നടക്കുന്നു. അതിന്റെ ഭാഗമായി വടകര സർവേ വകുപ്പിലെ വടകരയിലെ ഓഫീസിൽ നിന്നുള്ള 4 ജീവനക്കാർ, അവരുടെ പേര് പ്രശാന്ത്, സർവേയർമാരായിട്ടുള്ള പ്രശാന്ത്, അരുൺ ഭരത്, അഖിൽ, ഷെയ്ൻമോൻ, ഷിബിൻലാൽ എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥർ ഇവരാണ് പുറപ്പെട്ടത്. ഇവർ ഈ ഉദ്യോഗസ്ഥരും കൂടാതെ ഈ പെരുവണ്ണാമൊഴി വനംവകുപ്പ് ഓഫീസിലെ 4 വാച്ചർമാരടങ്ങിയ ഉദ്യോഗസ്ഥരുമാണ് പോയിട്ടുണ്ടായിരുന്നത്. 3 വാച്ചർമാരടങ്ങിയ ഉദ്യോഗസ്ഥരുമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവർ ഏകദേശം ഈ ബാണാസുര ഡാം അടക്കമുള്ള ഇടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ലഭിച്ചിരുന്നത്. അങ്ങനെ അവർ തിരിച്ചിറങ്ങുന്നതിനിടെയാണ് കാട്ടിനുള്ളിൽ അകപ്പെട്ടു പോയത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടായിരുന്നത്, ഇവരെ ഇപ്പോൾ കരിങ്കണ്ണി ഭാഗത്ത് നിന്ന് കണ്ടെത്തി. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത്, ഇന്നലെ വനത്തിനുള്ളിൽ ഉൾവനത്തിൽ ശക്തമായ മഴയുണ്ടായിരുന്നു, പ്രതികൂല കാലാവസ്ഥയുണ്ടായിരുന്നു. ഇതോടുകൂടി ഈ 7 ഉദ്യോഗസ്ഥരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയായിരുന്നു എന്നുള്ളതാണ്. ഈ 3 വനംവകുപ്പ് വാച്ചർമാർ, അവരെ സംബന്ധിച്ച് കാട് നന്നായി അറിയാവുന്നവരാണ്. പെരുവണ്ണാമൊഴി വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ അവർക്ക് ഒരു സുരക്ഷിത ഇടങ്ങളിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ ഇന്നലെ രാത്രി ആയിട്ടും ഇവർ തിരിച്ചെത്തുന്ന സാഹചര്യം കാണാത്തതോടുകൂടിയാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരെ പരാതി അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ തെരച്ചിൽ നടത്തുകയും 9 മണിയോടുകൂടി ഇവരെ കരിങ്കണ്ണി ഭാഗത്തുനിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ലഭിക്കുന്നത്. ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയിരിക്കുന്നു. കോഴിക്കോട് പെരുവണ്ണാമൊഴി വനത്തിൽ അകപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കരിങ്കണ്ണി ഭാഗത്തു നിന്നുമാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. പെരുവണ്ണാമൊഴി പൂഴിത്തോട് ഭാഗത്ത് സർവേക്ക് പോയതായിരുന്നു 7 ഉദ്യോഗസ്ഥരും. ഉൾവനത്തിനാണ് ഇവർ അകപ്പെട്ടത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. പശ്ചിമേഷ്യൻ യുദ്ധം കൂടുതൽ കാലം തുടരുകയാണെങ്കിൽ സർക്കാരിന് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ചൊവ്വാഴ്ച സ്വിറ്റ്സർലൻഡിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് റിസർവ് ബാങ്ക് ഗവർണറുടെ പ്രതികരണം. സാമ്പത്തിക നിലയെക്കുറിച്ച് സർക്കാരിന് ബോധ്യമുണ്ടെന്നും സാമ്പത്തിക ഏകീകരണത്തിന്റെ പാതയിലാണെന്നും മൽഹോത്ര പറഞ്ഞു. സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും എണ്ണവാതക വിതരണത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വില ഉയരാൻ കാരണമായി. നിലവിലെ തടസ്സങ്ങൾ ഇന്ത്യയെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും മൽഹോത്ര പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യമൊട്ടാകെ. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം കൂടുതൽ കാലം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ സർക്കാരിന് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പറയുന്നത്. ചൊവ്വാഴ്ച സ്വിറ്റ്സർലാൻഡിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. സാമ്പത്തിക നിലയെക്കുറിച്ച് സർക്കാരിന് നല്ല ബോധ്യമുണ്ട് എന്നും സാമ്പത്തിക ഏകീകരണത്തിന്റെ പാതയിലാണ് എന്നുമാണ് മൽഹോത്ര പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും എണ്ണവാതക വിതരണത്തെ വലിയ രീതിയിൽ തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിലയുയരാനും ഒരു കാരണമാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ തടസ്സങ്ങൾ ഇന്ത്യയെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് മൽഹോത്ര പറയുന്നത്.